തന്നെ സൂറത്തുൽ അഹ്സാബിൽ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്ത്രീകൾ അവരുടെ സംസാരങ്ങളിൽ അവരുടെ വാക്കുകളിലും ലജ്ജയുള്ളവരായിരിക്കണം. യാ നിസാ അൻ-നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, ഓ നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല. നബിയുടെ ഭാര്യമാരും നബിയുടെ മക്കളും വിശ്വാസികളായ സ്ത്രീകളുമൊക്കെ മറ്റു സ്ത്രീകളെപ്പോലെയല്ല. ഈമാൻ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും ധന്യമായവരാണവർ. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും അതിൻ്റെ അടയാളമുണ്ടാകണം. ഇനി തഖൈതുന്ന, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, ഫലാ തഖ്ദഅന ബിൽ ഖൗലി, നിങ്ങൾ സംസാരത്തിൽ താഴ്മ കാണിക്കരുത്, അഥവാ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് മോഹമുണ്ടാകും. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, മഅറൂഫായ നന്മ നിറഞ്ഞ അഥവാ മുൻകറായ വെറുക്കപ്പെട്ട മോശമായ വാക്കുകളൊന്നും പറയരുത്. മഅറൂഫായ നന്മ നിറഞ്ഞ നല്ല വാക്കുകളെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ സംസാരത്തിലും നടത്തത്തിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലും എല്ലാ മേഖലകളിലും ഒരു ലജ്ജയുള്ള ആളായിരിക്കണം ഒരു യഥാർത്ഥ മുസ്ലിമത്തായ മുഅ്മിനത്തായ സ്ത്രീ എന്നാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ലജ്ജ എന്ന സ്വഭാവം എടുക്കപ്പെട്ടു പോയിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അൽ ജഹ്ലു ഫിദ്ദീൻ, ദീനിൻ്റെ നിയമങ്ങളിലുള്ള അജ്ഞത തന്നെയാണ്. ഇസ്ലാമിക ശരീഅത്തിലുള്ള അറിവില്ലായ്മ, ഖുർആനിലും സുന്നത്തിലും സഹാബത്തിൻ്റെ രീതികളിലുമൊന്നും ഉള്ള അറിവില്ലായ്മ കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാം ലജ്ജയായി പഠിപ്പിച്ച ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അവർക്കറിയില്ല. നടത്തത്തിലും സംസാരത്തിലുമെല്ലാം തന്നെ ഇടപഴകുന്ന വിഷയത്തിലും അജ്നബികളായ അഥവാ മഹ്റമകളല്ലാത്ത ആളുകളോടുള്ള പെരുമാറ്റത്തിലും തുടങ്ങി വീട്ടിലും പുറത്തുമെല്ലാം പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അതെല്ലാം ഖുർആനിലും ഹദീസിലും നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ധാരാളം മുസ്ലിം സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു.